അഡ്വേഴ്സ് വെതർ കണ്ടീഷനാണ്. കൃത്യമായി എന്താണോ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ആ അറിയിപ്പുകൾ അതുപോലെ പാലിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. മഴക്കെടുതി ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ശക്തമായ കാലവർഷമാണ്. കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തുന്നുണ്ട് പല മേഖലയിലും. അപ്പോൾ അതുപോലെ പാലിക്കുക, എന്താണോ ജാഗ്രത നിർദ്ദേശം അത് അനുസരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് മഴ സാഹചര്യം സംസ്ഥാനത്തെ എന്നുകൂടി നോക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. വള്ളം മറിഞ്ഞും വെള്ളക്കെട്ടിൽ വീണും ഒഴുക്കിൽപ്പെട്ടുമായിരുന്നു ഈ മരണം. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഇടുക്കിയിൽ 130 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കോട്ടയത്ത് 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. കോഴിക്കോട്, മാവൂർ, ചാത്തമംഗലം, ഒളവണ്ണ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നു. പ്രതീഷ്, സംസ്ഥാനത്തെ മഴ അത് ഏത് രീതിയിലാണെന്ന്? ഇപ്പോൾ റെഡ് അലർട്ടുകൾ ഇല്ല എങ്കിൽ കൂടിയും സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും ഭേദപ്പെട്ട ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യം, പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, ഒപ്പം മഴക്കെടുതികൾ, വിവരങ്ങൾ എന്താണ്? പ്രജിൻ, സംസ്ഥാനത്ത് നാളെയോടുകൂടി തന്നെ കാലവർഷത്തിന്റെ ശക്തി കുറയുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇന്നും പെയ്യുന്നുണ്ട്. നാളെ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത്. മറ്റു ജില്ലകളിൽ നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തന്നെ ഈ മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പും പ്രവചിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ജാഗ്രത തുടരണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 4 ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത എടുക്കണമെന്നതാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ അതിശക്തമായ മഴയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങളും മഴക്കെടുതികളും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ വിവിധ വകുപ്പുകൾ പരിശോധിച്ചു വരികയാണ്. 1439 പേരാണ് നിലവിൽ സംസ്ഥാനത്താകെ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ക്യാമ്പുകളിലേക്ക് വേണ്ട വിവിധ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ തന്നെ റവന്യൂ വകുപ്പ് നിലവിൽ നോക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കാലവർഷം ഈ ശക്തി കുറഞ്ഞാലും വീണ്ടും മഴ കനക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ഇപ്പോഴും വേണം. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശം വച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് കർശന വിലക്ക് ജൂൺ 2 വരെ ഉണ്ട്. തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്നതാണ്. പ്രജിത്ത്.